എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കേരള PSCയുടെ നവംബർ മാസത്തെ എക്സാം കലണ്ടർ വന്നേക്കാണ്. നമ്മളെല്ലാം കാത്തിരുന്ന ഒരു മാസത്തെ എക്സാം കലണ്ടർ. കാരണം ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതേപോലെ തന്നെ ബിവറേജ് LD, കമ്പനി ബോർഡ് LGS, സബ് ഇൻസ്പെക്ടർ, ഒത്തിരി എക്സാംസ് നടക്കാനുള്ള മാസം നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ബൈൻഡർ, അതേപോലെ തന്നെ ഇൻസ്ട്രക്ടർ, ഇത് മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ എല്ലാ ജില്ലകളുടെയും എക്സാം ഡേറ്റ് പറയുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ ദാടപ്പുണ്ട്. ഇവിടെ 19ാമത്തെ കോളം അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1, സൂപ്രണ്ട് സബ് ജയിൽ, സൂപ്പർവൈസർ ഓപ്പൺ പ്രസന്റ് എക്സെട്ര, ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. എക്സാം വരുന്ന എന്നാണ് അസിസ്റ്റന്റ് ജയിലർ എക്സാം വരുന്നത് 11/11/2026 ബുധനാഴ്ചയാണ്. ഇത് ഓൾറെഡി മാറ്റി വെച്ചൊരു പരീക്ഷയായിരുന്നു. സെപ്റ്റംബർ മാസം നടക്കാനിരുന്ന ഒരു പരീക്ഷ നവംബർ മാസത്തേക്ക് മാറ്റി വെച്ചായിരുന്നു. അത് നടക്കാൻ പോകുന്നത്, അതായത് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 നടക്കാൻ പോകുന്നത് നവംബർ മാസം 11ാം തീയതി ബുധനാഴ്ചയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ താഴേക്ക് പോകുമ്പോൾ കിടപ്പുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ. ഇത് മാറ്റി വെച്ച ഒരു എക്സാം ആണ്. എക്സൈസ് ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 187/2025. എക്സാം നടക്കാൻ പോകുന്നത് 17 നവംബർ 2026 എക്സാം നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇത് രണ്ടും ഓൾറെഡി നേരത്തെ നമുക്ക് അറിയാവുന്ന എക്സാം ആയിരുന്നു. പിന്നെ താഴേക്ക് പോകുമ്പോൾ സ്വിംഗ് ടീച്ചർ, അതേപോലെ തന്നെ സ്വിംഗ് ടീച്ചർ, അതേപോലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് മാനേജർ MCA, ടെക്നിക്കൽ ഗ്രേഡ് 2, പിന്നെ അത് കഴിഞ്ഞ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാം കിടപ്പുണ്ട്. കാറ്റഗറി നമ്പർ NC ആണ് 475/2025. അതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് 25/11/2026 എക്സാം ഡേറ്റ് വരുന്നത്. അതിന്റെ എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ മെക്കാനിക്, ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, പിന്നെ അത് കഴിഞ്ഞ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, അത് മൊത്തം കിടപ്പുണ്ട്. എടാ, നവംബർ മാസത്തെ കലണ്ടർ നോക്കുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ എക്സാംസ് ഒന്നുമില്ല. ഡിഗ്രി ലെവൽ മെയിൻസ് നമ്മൾ നേരത്തെ മാറ്റിവെച്ച എക്സാംസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഡിസംബർ മാസം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, ഗ്രേഡ് 2 അതിന്റെ റിസൾട്ട്, പ്രിലിംസിന്റെ റിസൾട്ട് പോലും ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ കമ്പനി ബോർഡ് LGS, ബിവറേജ് LD, ഈ എക്സാംസ് എല്ലാം നമുക്ക് ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രതീക്ഷിക്കാം, ഞാൻ എങ്ങനെ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസിന് നമ്മളെല്ലാം ഭയങ്കര ഇന്റൻസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മൊത്തം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഓക്കെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല, അങ്ങനെയൊക്കെ കാണുമ്പോൾ ചെറിയൊരു ടെൻഷൻ തോന്നാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് പുറകിലോട്ട് പോകരുത്. അതായത് ഓക്കെ നമ്മൾ വീക്ക് ആവരുത്, ഒരിക്കലും വീക്ക് ആവരുത്. എന്തായാലും ഒരു സമയത്ത് എക്സാം നടക്കും. അതിപ്പോൾ ചിലപ്പോൾ ഡിസംബർ മാസമാകാം, അല്ലെങ്കിൽ ജനുവരി മാസമാകാം, എപ്പോഴാന്ന് വെച്ചാൽ ഒരു സമയത്ത് എക്സാം നടക്കും. പക്ഷേ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനിൽ പുറകിലോട്ട് പോകരുത്. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ്, ഒത്തിരി നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷനിൽ പുറകിലോട്ട് പോകരുത്. ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ ബാക്കിയൊന്നും വേറൊന്നും പറയാനില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു തരി പോലും പുറകിലോട്ട് പോവാതെ മുമ്പോട്ട് പോവുക. ഇപ്പൊ നമുക്ക് വിമർശിക്കാൻ പറ്റും. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ PSC സമയത്ത് എക്സാം നടത്തുന്നില്ല, എപ്പോഴേ വരേണ്ട ഒരു പരീക്ഷയാണ്, റിസൾട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ശരിയാണ്, 100% ശരിയാണ്, തെറ്റാണ് അവരുടെ ഭാഗത്തുള്ള. പക്ഷേ ഈ പറയുന്ന ആരും നമുക്കൊരു ജോലിയൊന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. നമുക്കൊരു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇവരാരും സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ പഠിച്ച് ജോലി മേടിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ വിമർശിക്കാം, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ പുറകിലോട്ട് പോകരുത്. പഠിത്തം ഒരിക്കലും ഉഴപ്പരുത്. ഞാനാ പറയുന്നത്, ഒരു സമയത്ത് എല്ലാം നടക്കും. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD എക്സാം കണ്ടില്ലേ, എന്തോരം പ്രതിസന്ധികൾ അതിജീവിച്ച ഒരു എക്സാമാണ്. റാങ്ക് ലിസ്റ്റ് വന്നില്ലേ, ഷോർട്ട് ലിസ്റ്റ് വന്നില്ലേ, ഒരു സമയത്ത് അതെല്ലാം വന്നു. അടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കാൻ പോവുകയാണ്. ഒരു 2 മാസത്തിനും അവരെല്ലാം ജോലിക്ക് കയറും. അപ്പോൾ ഒരു സമയത്ത് എല്ലാം ഓക്കെ ആവും. നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിൽ ഒരു കാരണവശാലും പുറകിലോട്ട് പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചോ. ഇനി നമ്മുടെ ഇപ്പോൾ ഡിഗ്രി മെയിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഇവൻ കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, ബിവറേജ് LD ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മെയിൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സസിനും ഓണമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലാറ്റ് 20% ഓഫ് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ നമ്മുടെ മെയിൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നന്നായിട്ട് പഠിക്കണം, പുറകിലോട്ട് പോകരുത്. എനിക്കറിയാം, ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു വിഷമം വരും. ഓക്കെ, ഇതുവരെ എക്സാം വന്നില്ലല്ലോ. ഇതൊക്കെ നേരെയാവും, ഒരു സമയത്ത് ഇതെല്ലാം ഓക്കെ ആവും. അപ്പോൾ നമ്മൾ വീക്കായാൽ നമ്മുടെ കാര്യം പുറകിലുള്ളവർ നമ്മളെ തോപ്പിച്ചങ്ങ് പോകും. നമ്മൾ വീണ്ടും പുറകിലോട്ട് പോകും. സോ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവുക. എല്ലാം സെറ്റ് ആവും, എല്ലാം ഓക്കെ ആവും. ആൾ